ഹലോ എവരി വൺ. ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഒരു കാര്യം ആദ്യം പറയുകയാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നുമക്കളെ, നിങ്ങൾ കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ലൊരു പ്രവൃത്തി ഇന്ന് ചെയ്തു. എനിക്ക് കഴിഞ്ഞ മാസം യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൻ്റെ 50%, ഓക്കെ, ഞാൻ എത്ര എന്ന് പറയുന്നില്ല, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 10,000 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാമ്പിളാണ്, അതിൻ്റെ 5,000 രൂപ എനിക്ക് എത്ര റവന്യൂ കിട്ടി അതിൻ്റെ പകുതി പൈസ ഞാൻ യത്തീം ഖാനയിലേക്ക് ഇന്ന് കൊടുത്തു വരുന്ന വഴിയാണ്. ഓക്കെ, അത് ഞാൻ കൊടുത്തതല്ല, നിങ്ങളും ഞാനും ഒരുമിച്ച് കൊടുത്തതാണ്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടും നിങ്ങൾ എനിക്ക് ലൈക്ക് അടിച്ചതും കൊണ്ടാണ് പൊന്നുമക്കളെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ആ ഒരു സംഭവം നടത്തിയത്. എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, യൂട്യൂബിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന്. പൊന്നുമക്കളെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദില നൂറ റിലേറ്റഡായി ഞാൻ ഇഷ്ടംപോലെ പഠിച്ചു വരുമ്പോൾ ആദില നൂറയുടെയും 2 പേരുടെയും ഫാമിലിയെ ഞാൻ നിരന്തരം ബന്ധപ്പെടുമ്പോൾ എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ്? നമുക്ക് അതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ആദില ബിഗ് ബോസിൽ ആദിലയുടെ ഉപ്പയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് ചർച്ച ചെയ്തതിന് ശേഷം ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. ഓക്കെ. ഉപ്പക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിന്റെ പേര് എൻ്റെ പേര് തന്നെ ഇട്ടേക്കുന്നത് പുള്ളി. പൊന്നുമോളെ നൂറ, നീ പറയുന്നുണ്ട് ഉപ്പക്ക് സൗദിയിൽ സൂപ്പർ മാർക്കറ്റാണ്, എൻ്റെ പേരാണ് ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇട്ടത് എന്നാണ് നൂറ നീ പറയുന്നത്. നൂറ, നീ മനസ്സിലാക്കാൻ വേണ്ടി, നീ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എൻ്റെ വീഡിയോ എന്തായാലും നീ കാണും. കാരണം ഞാൻ ഇവരെ വിമർശിച്ച് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഇഷ്ടം പോലെ കമൻറ്റ് നൂറയുടെ, അതായത് നിലവിൽ നൂറയുടെയും ആതിരയുടെയും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും മാനേജ് ചെയ്യുന്നവർ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ പുറത്തു വന്നാൽ ആദ്യം മറുപടി പറയുന്നത് എനിക്കാണെന്ന്. നിൻ്റെ ഉപ്പാക്ക് നിന്നോട് ഇത്രയധികം സ്നേഹമുണ്ടായിട്ടും ആ ഉപ്പയുടെ സ്നേഹം നീ എന്തുകൊണ്ട് കണ്ടില്ല? നീ എന്തുകൊണ്ട് ഇറങ്ങി ഓടി? ആ ഉപ്പ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. നിന്റെ പേര് സൂപ്പർ മാർക്കറ്റിൽ ഇടണമെങ്കിൽ ആ ഉപ്പ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും പൊന്നാര നൂറ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. 3 അബോർഷൻ എൻ്റെ അമ്മക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അബോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത്. അത്രക്കും എന്താ പറയുക, ആറ്റ് നോറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർ നിലത്തും തൊടിക്കൂല, തലയിലും വെക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഭയങ്കര എന്താ പറയുക കാര്യമായിരുന്നു. ഞാനിപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും, ഉപ്പയെ ഞാൻ തോറ്റ്. ചിലപ്പോൾ പറയും അത് കുഴപ്പമില്ല നൂറ് മോളെ, അത് പ്രശ്നമല്ല, ഞാൻ അടുത്ത തവണ പഠിക്കണം. ഉപ്പൊക്കെ എന്ന് പറയുന്നത് ഉപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഉപ്പൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം, ഒരു ജോലി കിട്ടണം, റാദർ ദാൻ കല്യാണം, പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും. ഞങ്ങളെ റിലേഷൻഷിപ്പൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ്. ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഉപ്പനോട് കുറേ പറഞ്ഞു. പക്ഷെ ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓളെന്താണ് വൃത്തികെട്ട ഒരു ലൈഫാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്. ഉപ്പ എനിക്ക് ആദ്യമായിട്ട് വാങ്ങി തന്നൊരു എന്താ പറയുക ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓക്ക് കൊടുത്തിരിക്കുന്നത്. ഓളതിടണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്ക് കൊടുത്തു. കാരണം ഓല സ്നേഹം എനിക്ക് പാസ് ചെയ്യണം ഇവളടുത്തേക്ക്. പൊന്നുമക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്. നൂറ പക്വത ഇല്ലാത്ത സമയത്താണ് ആദിലയുടെ കൂടെ പോയത് എന്ന് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം നിലവിൽ നൂറ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഉപ്പാക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട്, എൻ്റെ ഉമ്മാക്കും നല്ല രീതിയിൽ സങ്കടമുണ്ടെന്ന് നിലവിൽ നൂറക്ക് മനസ്സിലാവുകയാണ്. ഇന്നലെ ലാലേട്ടൻ നൂറയോട് ചോദിക്കുകയാണ്, ആദിലയുടെ ക്യാരക്ടർ നീ എങ്ങനെയാണ് നൂറ സഹിക്കുന്നത്? അപ്പോൾ നൂറ പറയുന്ന ഒരു രംഗമുണ്ട്, ലാലേട്ട ഞാൻ പെട്ടുപോയതെന്ന് നൂറ പറയുകയാണ്. നൂറ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ വേണമെങ്കിൽ കയറി നോക്കൂ. പൊന്നുമക്കളെ, നിലവിൽ നൂറയ്ക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആദില എന്ന വിഷയത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെന്ന് നൂറക്ക് നിലവിൽ തോന്നുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. എങ്ങനെ രക്ഷപ്പെടും? ആര് രക്ഷപ്പെടുത്തും? ഒരു കാര്യം ഞാൻ നൂറയുടെ ഫാമിലിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ബിഗ് ബോസിലേക്ക് പോകണം. നിങ്ങൾ എത്ര വട്ടം ഞങ്ങൾ പോവൂല എന്ന് പറഞ്ഞാലും നിങ്ങൾ പോകണം. നിങ്ങൾ അവിടേക്ക് പോയിട്ട് നൂറയോട് ഒന്നും കൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നൂറ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് ഞാൻ പറയുന്നത്. പൊന്നുമക്കളെ, എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. അതിനുശേഷം അതിനെക്കുറിച്ച് ഞാൻ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ ശബ്ദം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് റിക്വസ്റ്റിൽ പറഞ്ഞതാണ് എൻ്റെ പേര് പറയാൻ പാടില്ല, ഞാൻ ആരുടെ ഫാമിലി എന്ന് പറയാൻ പാടില്ല.
ഓഡിയോ ക്ലിപ്പ് നീ വേണമെങ്കിൽ യൂട്യൂബ് ചാനലിൽ വെച്ചോ, പക്ഷേ ഞങ്ങളുടെ അഡ്രസ്സോ ഞങ്ങളുടെ പേരോ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചത്. നിങ്ങൾ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേൾക്കണം. ഓക്കെ, നിങ്ങൾ മാറ്റണം, എൻ്റെ പേരൊരിക്കലും നിങ്ങളുടെ ചാനൽ നിങ്ങൾ പറയരുത്. എന്നെ ബിഗ് ബോസിന്റെ ടീം ഞങ്ങളെ കുറെ തവണ വിളിച്ചു. നിങ്ങളുടെ മക്കളെ കാണാൻ നിങ്ങൾ പോകണമെന്ന് നിരവധി തവണ പറഞ്ഞു. ഞങ്ങളാരും പോകില്ല, കാരണം ഞങ്ങളുടെ ഫാമിലിയാണ് അവർ ഇല്ലാതാക്കിയത്. ബിഗ് ബോസിൽ നിന്ന് കുറെ പൈസ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓഫറായി വന്നിട്ടുണ്ട്. ഒരു നോക്ക് കാണാൻ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞത് അവർ രണ്ടുപേരും പിരിഞ്ഞാൽ ഞങ്ങൾ വരാമെന്നാണ്. ഒരിക്കലും ഞങ്ങൾ വരില്ല. അതാണ് ബ്രോ ഞങ്ങൾക്ക് പറയാനുള്ളത്. ബ്രോ ഇതിന് പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ ആരുടെ ഫാമിലി എന്ന് പറയുന്നു ഒന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും ബ്രോ. ഓക്കെ, അത് ബ്രോക്കും. പൊന്നുമക്കളെ, ഈ ഓഡിയോ ക്ലിപ്പിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വിശദമായി പറയാം. ബിഗ് ബോസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൈസ തരാം, നിങ്ങൾ വരണമെന്ന്. ഇത് ആരുടെ ഫാമിലി എന്ന് ഞാൻ പറയുന്നില്ല. ഇത് നൂറയുടെ ഫാമിലി ആണോ ആദിലയുടെ ഫാമിലി ആണോ ഞാൻ പറഞ്ഞില്ല. കാരണം ആ മെസ്സേജ് അയച്ച ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല എന്ന്. അതായത് ഞങ്ങളുടെ പേരോ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 100 തവണ റിക്വസ്റ്റ് അയച്ചതിന്, അതായത് ഞാൻ 100 തവണ ചോദിച്ചത് കൊണ്ടാണ് അവർ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. ഇവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും പോവില്ല എന്നാണ്. ഇനി പോകുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതുവരെ എന്നോട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾ ഫാമിലി ആയിട്ട് ബിഗ് ബോസിലേക്ക് പോകില്ല, അവർ രണ്ടുപേരും പിരിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും അവസാനം പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവരോട് പറഞ്ഞത്രേ നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ പൈസ തരാം, നിങ്ങളൊന്ന് പോകണം, ഞങ്ങളുടെ ഷോ മുന്നോട്ട് പോകണമെങ്കിൽ ഇവരുടെ ഫാമിലി എന്തായാലും എത്തണമെന്ന് ബിഗ് ബോസ് ഇവരോട് പറഞ്ഞു എന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത്. ഒരുപക്ഷെ എനിക്കറിയില്ല, എന്നോട് ഇവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരുടെ ഫാമിലി എന്ന് നീ നിന്റെ യൂട്യൂബ് ചാനലിൽ പറയാൻ പാടില്ല എന്ന്. ഇവരും ഞാനും കുറേ സംസാരിച്ചു. ഇവർ എന്നോട് പറയുന്നത് ഞങ്ങളുടെ മക്കളെ, ഞാൻ ആരെന്ന് പറയുന്നില്ല, ഇവർ പറയുന്ന കാര്യം ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ തിരിച്ചു വന്നാൽ തെറ്റ് മനസ്സിലാക്കി അവരവർ, അതായത് ഇപ്പോൾ ആതിരയും നൂറയും പിരിയണം, തെറ്റ് മനസ്സിലാക്കി ഇവരുടെ ഫാമിലിക്ക് പോവുകയാണെങ്കിൽ ഇവർ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഇവർ രണ്ടുപേരിൽ നിന്ന് ഒരാളുടെ കുടുംബം പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ, ഞാനിടുന്ന വീഡിയോ നല്ല രീതിയിൽ വിവാദമാവുകയാണെങ്കിൽ ആരാണ് അത് ഈ വോയിസ് ഇട്ടതെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇതാര് ഇട്ടു എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുടുംബം നല്ല രീതിയിൽ വേദനയിലാണുള്ളത്. ആദിലയുടെ കുടുംബമാകട്ടെ നൂറയുടെ കുടുംബമാകട്ടെ, രണ്ട് കുടുംബവും എല്ലാ ദിവസവും ബിഗ് ബോസ് നോക്കലുണ്ട്. കാരണം ഇവർ എങ്ങനെയെങ്കിലും പിരിയുന്നോ എന്നാണ് ഇവർ നോക്കുന്നത്. എങ്ങനെയെങ്കിലും അവരുടെ മക്കൾ അവരുടെ വീട്ടിലേക്ക് പോകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പൊന്നാര പ്രേക്ഷകരെ, കുറേ പേര് കമന്റിട്ട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ആദില നൂറയെ പിരിപ്പിക്കുന്നത് എന്ന്. അവരോട് എല്ലാവരോടും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നിങ്ങൾ സഹിക്കോ? പൊന്നുമക്കളെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ആദില നൂറയും പിരിഞ്ഞിട്ട് അവരവരുടെ ഫാമിലിക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.